ഇന്ന് തൊട്ട് നമ്മളൊരു പുതിയ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അക്കൗണ്ടിങ് പ്രൊഫഷണൽസ് ആവാൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. അക്കൗണ്ടൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബുക്ക് കീപ്പറായിട്ടോ ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് പോകുന്ന ഇന്ത്യയിൽ അല്ലെങ്കിൽ ദുബായിൽ, ഒമാനിൽ, സൗദിയിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്ന ആ, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പറയുന്നുണ്ടാവും അവരെന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് അവർ റെഫർ ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്നൊക്കെ ഉള്ളത് പറയും. ഈ ഒരു സീരീസിന്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ പ്ലസ് ടു ഡിഗ്രി അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു പ്രൊഫഷണൽ കോഴ്സിൽ പഠിച്ച കാര്യങ്ങളിൽ ഏതൊക്കെയാണ് നമുക്ക് ഈ ജോബിന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നാണ്, ഏതൊക്കെയാണ് നമ്മൾ ഒന്നുകൂടി ഒന്ന് റിഫർ ചെയ്ത് ഒന്നുകൂടി നമ്മളൊന്ന് ലേൺ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ ഒരു അക്കൗണ്ടിങ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട് ഓവറോൾ ആയിട്ട് ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യണം, അതിൽ ജനറൽ ലെഡ്ജറിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അതിനുശേഷം അത് നമ്മുടെ ട്രയൽ ബാലൻസിലേക്ക് പോസ്റ്റിംഗ് ആവും, ദെൻ പി ആൻഡിലേക്ക് പോസ്റ്റിംഗ് ആവും, ബാലൻസ് ഷീറ്റിലേക്ക് വരും. ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഓവറോൾ ഐഡിയ ഉണ്ട്. പക്ഷേ നമ്മൾ പ്രാക്ടിക്കലിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ റൂട്ടിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആയിട്ട് നമ്മൾ അറിയേണ്ടത് ഏതൊക്കെയാണ് അക്കൗണ്ട് ടൈപ്സ് എന്നുള്ളതാണ്. നമ്മളിപ്പം ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു അക്കൗണ്ട് ടൈപ്പ് കൊടുക്കണം, ഏത് കാറ്റഗറിയിലാണ് ഈ അക്കൗണ്ട് വരുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: അസെറ്റ്സ്, ലൈബിലിറ്റി, ഇൻകം, എക്സ്പെൻസ്, ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട്. അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് ഓണർഷിപ്പ് ഉള്ള കാര്യങ്ങളാണ് അസറ്റിൽ വരുന്നത്. നമുക്ക് ക്യാഷ് അക്കൗണ്ട്സ്, ബാങ്ക്, അതുപോലെ ഫിക്സഡ് അസറ്റ്സ്, നമ്മുടെ ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ഈ കാര്യങ്ങളൊക്കെയാണ് അസറ്റിൽ വരുന്നത്. ലൈബിലിറ്റി എന്ന് പറയുമ്പം നമ്മൾ അത് റീപേ ചെയ്യാൻ ലൈബിളാണ് നമ്മുടെ ബിസിനസ്. അത് വരുന്നതാണ് നമ്മുടെ ഈ ഒരു ക്രെഡിറ്റേഴ്സ്, അതേപോലെ തന്നെ ലോൺസ്, പിന്നെ GST പേയബിൾസ്, അല്ലെങ്കിൽ സാലറി പേയബിൾസ്, റെന്റ് പേയബിൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അടുത്ത് വരുന്നതാണ് ഇൻകം. ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ് ഓഫ് റവന്യൂ ആണ്. നമ്മൾ എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്? അതൊരു പക്ഷേ സെയിൽസ് ആയിരിക്കാം, സർവീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതർ സോഴ്സ് ഓഫ് ഇൻകം ആയിരിക്കാം. ദെൻ എക്സ്പെൻസ്. മെയിൻ ആയിട്ട് നമ്മുടെ എക്സ്പെൻസിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: ഡയറക്റ്റ് എക്സ്പെൻസ്, ഓപ്പറേഷണൽ എക്സ്പെൻസ്, നോൺ ഓപ്പറേഷണൽ എക്സ്പെൻസ്. ഡയറക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് എന്ത് ആക്ടിവിറ്റിയിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് അതിന് ഡയറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എക്സ്പെൻസിനെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് എന്താണോ ഇവർ ചെയ്യുന്നത്, ഇവരുടെ ആ ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് സെല് ചെയ്യുവാണ്, അപ്പൊ അതിന്റെ പർച്ചേസ് ആയിരിക്കും ഇതിന് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാണ്, അപ്പൊ അതിനെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ആയിരിക്കും അതിന്റെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വന്നിട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാലറി, റെന്റ്, ഇലക്ട്രിസിറ്റി, യൂട്ടിലിറ്റീസ്, അക്കൗണ്ടിങ് ചാർജസ്, മാർക്കറ്റിംഗ്, ബാങ്ക് ചാർജസ്, ഇതെല്ലാം നമുക്ക് ഓപ്പറേഷനിൽ വരും. നോൺ ഓപ്പറേഷനിൽ വരുന്നതാണ് നമ്മുടെ ഈ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ്, അങ്ങനെയുള്ള അക്കൗണ്ട്സ് ഒക്കെ. അടുത്തൊരു ടൈപ്പാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓർഗനൈസേഷനിലെ ഓണേഴ്സ്, അതൊരു സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ